നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണം, അതിന് ചെയർമാനാണ്. ബഹുമാനി, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. നമ്മുടെ PC ജോർജേട്ടൻ, ഇത്രയും നിഷ്കളങ്കര ശുദ്ധനായ ഒരു മനുഷ്യൻ, ആ തടി മാത്രമേ ഉള്ളൂ, ആൾ മഹാശുദ്ധനാണ്, യാതൊരു കാപട്യം മനസ്സില്ല. അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു, അതേക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ഒരു കാര്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നത് കേരളത്തിലാണ്. അത് മലപ്പുറം ജില്ലയിൽ ചേർന്നുള്ള എയർപോർട്ടിലാണ്. ആകെയുള്ള കള്ളക്കടത്തിൽ 90%, 98%, ആകെയുള്ള കള്ളക്കടത്തിൽ 60%, പിന്നെ 60% കേരളത്തിലാണ്. പക്ഷേ അതിൽ 98% എവിടെയാണ്? മലപ്പുറത്താണ്. ജോർജിയനൊക്കെ ഉപദേശിക്കാനുള്ള വലിപ്പമൊന്നും പാവം മൊയ്തീൻ ഷാക്കില്ല കേട്ടോ. നമുക്ക് എത്ര കണ്ട് അഗ്രഗണ്യനാണ്, ബുദ്ധി രാക്ഷസനല്ലേ. പക്ഷേ അതിലല്പം തെറ്റുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത് ഗുജറാത്ത് സംസ്ഥാനത്താണ്. അത് നേപ്പാൾ വഴി കണ്ടെയ്നറിലാണ്. ഇതുപോലെ ഈ ആശത്തിലേക്ക് കയറ്റിയ മാക്സിമം 950 1 കിലോയ്ക്ക് ഇതല്ല. അത് എന്തോ ഒരു അവസ്ഥ. അത് ഗൾഫ് നാടിൽ പോയി ജീവിക്കാൻ പറ്റാതെ ഈ നാട് തിരിച്ചു വരാൻ വഴിയിലൊക്കെ ഇറങ്ങുന്നവരെ ഈ ഏജന്റുമാർ കൊല്ലാക്കൊല ചെയ്ത് 10,000-50,000 രൂപയ്ക്ക് വേണ്ടിയാണ്. 1 കിലോ സ്വർണ്ണം നമ്മൾ അറിയാമല്ലോ, ഒരു പവനിപ്പോൾ 50,000 കൂട്ടിയാൽ 8 പവനുണ്ടെങ്കിൽ 40,000. അപ്പോൾ എത്ര ലക്ഷം വരെ കൂടി വന്നാൽ? അതായത് അതിനേക്കാൾക്ക് 200 ഇരട്ടിയാണ് ഹെറോയിൻ പോലെയുള്ള ലഹരി വസ്തുക്കൾക്ക് ലോക മാർക്കറ്റ്. 200 കോടി, $100 കോടി. അപ്പോൾ എത്ര കോടി വരും? 100 കോടിയോളം വരില്ലേ? 100 കോടിയോളം വരും 1 കിലോ ഹെറോയിന്. ഇപ്പോഴും സ്വർണം 1 കിലോയ്ക്ക് ഇപ്പോഴും 40 ലക്ഷം ഉണ്ട് 1 കിലോയ്ക്ക്. അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. അപ്പം അതിൽ അല്പസ്വല്പക്ക് സമുദായ വിരോധവും ന്യൂനപക്ഷ വിരോധവും മുസ്ലിം വിരോധവും പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള നിലക്ക് പറയുന്നതിൽ കുറച്ച് സത്യം ഉണ്ടാക്കിക്കണ്ടേ ജോർജേട്ടാ? 70 വയസ്സായി ജോർജേട്ടൻ ഇനി ഉപദേശിച്ച് നന്നാക്കാൻ നടക്കൂല. പിന്നെ ജോർജേട്ടൻ ധരിക്കുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, ജയശങ്കർജിക്ക് പറയുന്നത്, ജയശങ്കർജി പറഞ്ഞ അതിൽ ജയശങ്കർജിക്ക് മെച്ചമുണ്ട്, ജോർജേട്ടൻ മെച്ചം ഉണ്ടാവില്ല. ഞാൻ കണക്ക് ഉദ്ധരിച്ച് പറയാം. എന്താ വെച്ചാൽ കേരളത്തിൽ എടുപ്പോൾ ജോർജേട്ടനും ജയശങ്കർജിയുടെ ഭാഷയിൽ 40% മുസ്ലിങ്ങൾ, 60% ക്രിസ്ത്യാനി ഹിന്ദുക്കളും. അപ്പോൾ 60% യോജിച്ചു എന്നാൽ 40% മുസ്ലിങ്ങളെ ഒഴിവാക്കാം അവരെ എന്നുള്ള ചിന്ത ജോർജേട്ടൻ പല പ്രാവശ്യം പറയുന്നത്. ജയശങ്കർ ഏതാണ്ട് പറയുന്നതാണ്. ജയശങ്കറിൻ്റെ ഭാഷയെല്ലാം കേരളത്തിൽ ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒരുമിച്ചാണ് എന്നുള്ള പ്രയോഗം വരുന്നുണ്ട്. അതിനുവേണ്ടി പുള്ളി പരമാവധി ചാട്ട് വലിക്കുന്നുണ്ട്. ഷാജൻ സ്കറിയൊക്കെ ഇവിടെ മറ്റ് ക്രിസംഗികളെല്ലാം ആയിക്കോട്ടെ. പക്ഷെ ക്രിസംഗിയും ജോർജേട്ടും മനസ്സിലാക്കൊരു കാര്യം പറയാം, ജയശങ്കർജിക്ക് അത് ലാഭമാണ്. ഇതൊക്കെ തരുമോ? എടോ ജോർജ്, നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യൻ സമുദായം 10%, ബാക്കി 6%, 8% അത് കൺവേർട്ട് ക്രിസ്ത്യനാണ്. അത് ക്രിസ്ത്യൻസ് അല്ല ഇപ്പോഴും, എങ്ങും തുറന്ന് നിർത്തിയേക്കാം. ദേശീയ ലെവലിൽ 2% ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഹിന്ദുക്കളായിട്ട് ചേർന്ന് പ്രവർത്തിച്ചാൽ ഇലക്ഷനിൽ ഭൂരിപക്ഷത്തിൻ്റെ വിലയെങ്കിൽ 2% ഉള്ള ക്രിസ്ത്യൻ സമുദായം നമ്പിയാൽ എങ്ങനെ ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം വരുത്താം, അല്ലെങ്കിൽ ഇന്ത്യയിൽ BJP ഭരണം പിടിച്ചെടുക്കാം? ഇമ്പോസിബിൾ, ഒരിക്കലും സാധ്യമല്ല ഈ 2%. പക്ഷെ ഭാഗികമായിട്ട് ചില മേഖലകൾ, ചില തലങ്ങളിൽ സഹകരിക്കാം. അത് രാഷ്ട്രീയമാണ്, ബുദ്ധിയാണ്, ഞാൻ കുറ്റപ്പെടുത്തില്ല. അപ്പോൾ നിങ്ങൾ എത്രയൊക്കെ, പണ്ട് മലയാളത്തിൽ പഴഞ്ചൊല്ലുണ്ട്, അതെത്ര ഉയർന്നാലും മറ്റേ താഴെ കടക്കുള്ളൂ എന്ന് പറയും പോലെ, നിങ്ങൾ എത്രയൊക്കെ ഇനി RSS സപ്പോർട്ട് ചെയ്യാലും BJP ചേർന്നാലും മുസ്ലിങ്ങൾ വിരോധം കാണിച്ചാലും
പിന്നെ നിങ്ങൾക്ക് വലിയ നേട്ടം കിട്ടാൻ പോകുന്നില്ല. ചരിത്ര കഥകൾ നമുക്ക് ഉദ്ദേശിക്കാമല്ലോ. ഇന്ന് ശ്രീമാൻ ഐബിയുടെ കഴിഞ്ഞ ദിവസം ഒക്കബോണ്ട് പ്രശ്നമായിട്ട് പിന്നെ ചെറായിൽ ഭൂസംരക്ഷണ സേന എന്ന് പറഞ്ഞ അവിടുത്തെ സഭയൊക്കെ നടത്തിയിട്ട് ഒരു സംഘടന ഒരു പ്രശ്നമുണ്ട് അവിടെ. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, മുസ്ലിം സമുദായത്തിൽ വഖഫ് അനുഭാവികൾക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിൽ ഇടപെട്ട് വഖഫിനാണ് കൂടുതൽ അവിടെ ഇടപെടാൻ സൗകര്യം. അല്ല, മറ്റു 10-600 വീടുകളുണ്ട്, പള്ളിയുണ്ട്, അതൊക്കെ ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ രണ്ട് കൂട്ടരും സഭയും ഈ വഖഫ് ബോർഡിലെ നേതാക്കളും ഒത്തൊരുമിച്ചിരുന്ന് സൗഹാർദ്ദമായിട്ട് ആ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അതിൽ മുതലെടുക്കാൻ ക്രിസംഖികളും പിന്നെ സംഘപരിവാറും ഒക്കെ ശ്രമിക്കരുത്. കാരണം അവർ, ഞാൻ ക്രിസംഖികളെ കുറ്റം പെടുത്തില്ല, അവർ ഉദ്ദേശിച്ച ലക്ഷ്യം കിട്ടാൻ വേണ്ടി എന്ത് മാർഗം സ്വീകരിക്കും. കാരണം എയിം ആൻഡ് എയ്ഡ്, ലക്ഷ്യവും മാർഗവും നന്നായിരിക്കണം. പക്ഷെ ക്രിസംഖികൾക്കൊക്കെ ലക്ഷ്യം നന്നായി അത് മാർഗം ഏതോ ആകാം. അവർ സംഘപരിവാറിന് മാർഗം ഏതോ ലക്ഷ്യം എത്തിയാൽ മതി. അപ്പോൾ അത് വെച്ച് അവർ ചെയ്യും. അങ്ങനെ വന്ന് പ്രശ്നമാകും. അത് ബുദ്ധിയുള്ള ഒപ്പം നേതാക്കൾ മുസ്ലിം സമുദായമേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 10-60-70 വർഷം മുമ്പായിട്ടാണ് സംഭവമാണ്. അതെങ്ങനെയൊക്കെയോ കൈവശപ്പെടുത്തി ഭൂമി വാങ്ങിക്കാതെ കൈകയറിയൊക്കെ നടത്തി. അത് ഇനി ഒഴിപ്പിച്ച് അല്ലെങ്കിൽ ഒഴിച്ച് കിട്ടണം എന്ന് ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത്, ഞാൻ എതിര് പറയുന്നില്ല, അതിൻ്റെ നിയമവശം പറഞ്ഞില്ല, സൗഹാർദ്ദമായിട്ട് തീരുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയൊക്കെ ERG എന്ന ഹൈക്കോടതി അടുത്തുള്ള റെയിൽവേ ലൈനിൽ താമസിച്ച് കുറേ ആൾക്കാർ 10-30 വീട്ടുകാരുണ്ട്. അവരെ മാറ്റണം, പറ്റില്ല, മാറ്റാൻ തന്നെ വീട് വെച്ച് കൊടുക്കണം എന്നൊക്കെ ഉള്ളതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹൈബീറിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാക്കൾക്ക് അവർക്ക് എല്ലാം ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല, എല്ലാവരും അവർക്ക് വേണം, പൊതുപ്രവർത്തകരല്ലേ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഇടപാട്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ നിങ്ങൾ കുഴപ്പത്തിലാക്കരുത്. മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ട്. അതിൽ എത്ര തീവ്രമായിട്ടാണ് ഐവിയുടെ കുടുംബത്തെയും ഭാര്യയും അച്ഛനും പോലും പിന്നെ എന്താണ് ജന്മത്തെ തന്നെ തെറ്റായിട്ട് വാട്സപ്പിലുണ്ടായിട്ട് അദ്ദേഹം യോഗത്തിൽ കാണിച്ചാൽ കണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, വർഷങ്ങളായിട്ട് ആംഗ്ലോ ഇന്ത്യൻ സഭയിൽ നിന്ന് പാർലമെൻറ്റിലേക്കും അസംബ്ലിയിലേക്ക് ഒന്നിലധികം MP-മാരും MLA-മാരൊക്കെ നോമിനേറ്റ് ചെയ്യണം. അത് ഇപ്പോൾ കുറേ നാളായിട്ട് BJP ഗവൺമെൻറ് വന്ന ശേഷം അത് നിർത്തിയിരിക്കുക. അത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ഈ ക്രിസംഖിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ജോർജ് ചേട്ടനൊക്കെ എത്രയൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്കൊന്നും BJP-യിലോ സംഘപരിവാറിലോ ഒരു വലിയ ഒരു മേട്ടോ പിന്നെ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് അവിടെ വോട്ടിൻ്റെ എണ്ണമാണ്. സഹതാവോ അല്ലെങ്കിൽ ബലമൊന്നും അവിടെ ഇല്ല. വോട്ടിൻ്റെ എണ്ണം നോക്കിയാണ് അവിടെ നടക്കുന്നത്. വോട്ടിൻ്റെ എണ്ണം നോക്കിയാൽ നിങ്ങൾ 2% നിങ്ങൾക്ക് ആ ഒരു പരിധിക്കുള്ളിൽ അംഗീകാരം ചെന്നാൽ 98% ഇതാവില്ലേ? അപ്പോൾ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ മണിപ്പൂർ വിഷയത്തിൽ എന്താണ് നിങ്ങൾ എത്ര പറഞ്ഞിട്ടും അവിടെ ഉള്ള നിസ്സാരം ഒരു ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി BJP അനുകൂലം നിന്നാൽ മൊത്തത്തിൽ കോടിക്കണക്കിനുള്ള ഹിന്ദു സമുദായത്തിൽ തീവ്രവാദികൾ വിട്ടുപോകും. അപ്പോൾ അവർക്ക് അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മോഡിക്ക് ചെയ്യാൻ പറ്റില്ലേ? അതായത് ജയശങ്കർ ജിക്കുകൾ കൊടുത്തോ, അദ്ദേഹം ഹിന്ദു സമുദായത്തിൽപ്പെട്ടാണ്, അത് നായർ സമുദായത്തിൽപ്പെട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു മുന്നേറ്റം ഉണ്ടായാൽ അതൊക്കെ അഭിമാനിക്കുകയും ചെയ്യുക, പുള്ളിക്കാന് നേട്ടം ഉണ്ടാവും. പക്ഷെ ജോർജ് ഏട്ട, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലമൊന്നും കിട്ടില്ല. ക്രിസംഖികളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലമൊന്നും കിട്ടില്ല. നിങ്ങൾ ചെയ്തോ അതിനെ കുറ്റം പറഞ്ഞില്ല. അപ്പോൾ ഏതായാലും ജോർജ് ഏട്ടൻ പറഞ്ഞ കാര്യത്തോട് ഞാൻ പറയാണ്, അങ്ങനെ പറയുമ്പോൾ വസ്തുനിഷ്ഠമായിരിക്കണമല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളകൾ നടന്നത് ഗുജറാത്ത് സംസ്ഥാനത്താണ്. അത് നേപ്പാൾ വഴി ഈ പിന്നെ കണ്ടെയ്നർ കണക്കിനാണ് വരുന്നത്, 10 കണക്കിനാണ് കണ്ടെയ്നർ വരുന്നത്. അല്ലാതെ ഈ ആശയത്തിൽ വെച്ച് 980 ഗ്രാം കൊണ്ടുവരുന്ന രീതിയല്ല എന്ന് വിചാരിച്ച് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് ചെയ്യുന്നത് ന്യൂനപക്ഷത്തിൽ മുസ്ലിം സമുദായം നമ്മളെ എതിർക്കാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ ചെയ്യുന്നു എന്ന് നോക്കണം. അതിന് പിന്നെ വേറൊരു കാര്യം ജോർജ് ഏട്ടൻ പറഞ്ഞു, എത്ര ബുദ്ധിയാ നോക്കി. കസ്റ്റംസിൽ നിന്ന് വെട്ടിച്ചു വരുന്ന സ്വർണത്തെ പുറത്ത് പോലീസ് പിടിച്ച് അതിൽ പകുതി അവരെടുക്കുന്നു, പകുതി കണക്ക് കാണിക്കുന്നു എന്നുള്ള പരാതി. അതിനുവേണ്ടി അൻവർ പറഞ്ഞില്ലേ, ആ മറ്റേ തട്ടാൻ 3 കോടിയുടെ 5 കോടിയൊക്കെ വീട്ടാക്കിയാരൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വരുമ്പോൾ ഈ ജോർജ് ഏട്ടൻ പറഞ്ഞു, അപ്പോൾ അൻവർ പറയുന്നത് അങ്ങനെ പോലീസൊന്നും സ്വർണം പിടിക്കാൻ പാടുള്ളതാണ്. സ്വർണ്ണവേട്ട പോലീസിനെ സംബന്ധിച്ച് നിയമവലിയിൽ പെടുന്നല്ല, അത് കസ്റ്റംസുകാർക്ക് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. കസ്റ്റംസിൽ വന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയപ്പോഴേ
എൻ്റെ പേഴ്സിൽ പഴയ ഒരു ബ്ലേഡ് ഇരുന്ന്, ആ ബ്ലേഡ് ഇരുന്നുകൊണ്ട് എനിക്ക് കിടക്കാൻ പറ്റില്ല. പിന്നെ ബ്ലേഡ് മാറ്റിയാണ് കിടക്കാൻ പറ്റും. അത്ര സാധാരണ ചെക്കിങ്ങുള്ള എയർപോർട്ടിൽ പോലും അങ്ങനെയെങ്കിൽ കസ്റ്റംസ് പോലെ സ്പെഷ്യൽ ചെക്കുകൾ കസ്റ്റംസ് ഇത് കാണൂലേ? അപ്പോൾ കസ്റ്റംസിൽ വരുന്ന അവിടെ നിന്ന് കരുതി കൂട്ടി വിട്ടു കൊടുത്തിട്ട് അവരെല്ലാം നോട്ട് ചെയ്ത് അടയാള സൈൻ കൊടുത്ത് ആ വണ്ടികളെ ആ ഗ്രൂപ്പിനെ തടഞ്ഞു നിർത്തി അതിൻ്റെ ആനുകൂല്യം പറ്റി കോടികൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗം പോലീസുകാരുണ്ട് എന്നാണ് അൻവർ പറയുന്നത്. അത് അന്വേഷിക്കട്ടെ. അൻവർ പറയുമ്പോൾ ഒരു വിദഗ്ധമായ ഒരു കമ്മീഷൻ വെച്ചിട്ട് റിട്ടയർഡ് ജസ്റ്റിസ് വെച്ച് അന്വേഷിക്കട്ടെ, കുറ്റവാളി ശിക്ഷിക്കട്ടെ, നോക്കി യാതൊരു കുഴപ്പമില്ല. അങ്ങനെയൊക്കെ പറയുന്ന അബദ്ധജടിലമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ജോർജേട്ട, നിങ്ങൾ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയല്ലേ? BJP പോയിട്ട് ഒരു സ്ഥാനാർത്ഥി കിട്ടിയില്ല, മറ്റും കിട്ടില്ല, ഒന്നും കിട്ടില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയെ നിങ്ങളിപ്പോലെ എല്ലാ സ്ഥലത്തും ചവിട്ടുന്നവരൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് BJP നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെന്തൊക്കെ പറഞ്ഞ് രാജ്യം ഭരിക്കല്ലേ. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ അനുകൂലിക്കാം. എന്നറിയോ? ശിഹാബ് തങ്ങളെ അല്ലെങ്കിൽ ബാബി തങ്ങളെ അല്ലെങ്കിൽ മറ്റേ തങ്ങളെ കാണുന്നില്ലേ, കുഞ്ഞാക്കാനെ കാണുന്നില്ലേ? അപ്പോൾ RSS നേതാവിനെ പോയി കണ്ടാൽ എന്താ കുഴപ്പം? കറക്റ്റാണ്. എന്ന് മുതൽ ഏതാനും വർഷം മുമ്പ് വരികയാണെങ്കിൽ സമ്മതിക്കാൻ പറ്റില്ല. അതായത് 10 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്ന കക്ഷി സംഘ് പരിവാർ ആയതുകൊണ്ട് ആ രാജ്യം ഭരിക്കുന്ന കക്ഷിയിൽപ്പെട്ട സംഘ് പരിവാറിൽപ്പെട്ട നേതാക്കളെ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാലം മാറി, കഥ മാറി, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ചരിത്രം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അന്ധമായി, ഞാൻ അന്നും ഇന്ന് അന്ധമായി വിരോധം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പണ്ട് രീതിയിലേക്ക് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ഒക്കെ പറയുന്നത്, അല്ല ഇപ്പോൾ ആദ്യം പറഞ്ഞ് സംഘപരിവാറിനെ കാണാൻ പോയി, അതുകൊണ്ട് ആ പോലീസ് ഓഫീസറെ സ്ഥാനത്ത് മാറ്റം നടപടിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ നടപടി എടുക്കുന്ന ചിന്ത CPM-ൻ്റെ ഒരു വിഭാഗം നേതാക്കൾക്കോ മുഖ്യമന്ത്രിക്കോ സെക്രട്ടറിയോ ഇല്ലെന്നേ. എന്താ കാരണം? അവർ പ്രാക്ടിക്കൽ ചിന്തിക്കണം. ഭരണകൂടമല്ലേ, ഭരണകക്ഷി സംബന്ധിച്ച് പ്രാക്ടിക്കൽ ചിന്തിക്കാവുള്ളൂ, എല്ലാം നിയമം നോക്കിയാൽ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോഴേ അത് ഇത്ര ഒന്നും ഗൗരവം എടുക്കേണ്ടതെന്നാണ് അവർ ധരിക്കുന്നത്. ഇത് പാവം CPIക്കോ അല്ലെങ്കിൽ RJD എന്ന ശ്രേയസ്കുമാറിൻ്റെ പാർട്ടി RJD വന്നുകൊണ്ടാണ്. RJDക്ക് എന്ത് പ്രസക്തി കേരളത്തിൽ? ഒരു MLA ഇല്ലാത്തല്ലേ? അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് അതാണ്. അപ്പം അത് ജോർജേട്ടൻ പറഞ്ഞ ഉദാഹരണം അറിയോ? അത് ശിഹാബ് തങ്ങൾ കുഞ്ഞാക്കാനെ പോയി കണ്ടാൽ കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ഇദ്ദേഹത്തെ പോയി RSS കാണാൻ എന്താ കുറ്റം പറഞ്ഞത് എന്ന് പറഞ്ഞു. അതേ ഭാഷ തന്നെ സംഘ് പരിവാറിൻ്റെ വേറൊരാൾ ചാനൽ ചർച്ച പറഞ്ഞു. നിങ്ങൾ SDPIയുടെ നേതാക്കളെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ സംഘപരിവാറിൻ്റെ ആൾ കണ്ട എന്താ കുഴപ്പം? അവരോട് പറയുന്നത് ശരിയാണ്, പണ്ട് പറയാനൊക്കെ ശരിയാണ്. ഇപ്പോൾ SDPI പോലെ തന്നെ ഒരു തീവ്ര വർഗീയവാദിയാണ് RSS. അവർ രണ്ടു കൂട്ടം കാണാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. രാജ്യദ്രോഹികളൊന്നും ഇല്ലതാ. പണ്ടതില്ല. RSS തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു വലിയ അകൽച്ച ഉണ്ടായിരുന്നു. ആ അകൽച്ച ഇപ്പം ഇല്ലെന്ന് മാത്രമല്ല, അകൽച്ചയിൽ പ്രസക്തിയില്ല. അതുകൊണ്ടാണ്. അപ്പം അതൊക്കെ വെച്ചോ ശരിയാണ്. പിന്നെ സഖാക്കളെ, ഇവിടെ സഖാക്കൾക്കോ AK സെല്ലിരിക്കുന്ന റിസർച്ച് വിങ്ങിനോ മനസ്സിലായിട്ടില്ലെന്നും ഞാൻ പറയുന്നില്ല. അവരത്ര മോശക്കാരൊന്നുമില്ല. അവർ സംഘ് പരിവാറിന് മനസ്സിലാകാതിരിക്കില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, സംഘ് പരിവാറിൻ്റെ ലക്ഷ്യം കേരളത്തിൽ UDF-നെ തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആത്യന്തികമായി അവർ ചിന്തിച്ചപ്പോൾ UDF-നെ തകർന്നുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. അത് നമ്മുടെ കയ്യിൽ എപ്പോഴെങ്കിലും കോൺഗ്രസിനൊക്കെ വിലക്കെടുക്കാം. ഇവിടെ തകരേണ്ടത് ഏറ്റവും വലിയ ഹിന്ദുത്വ പാർട്ടിയല്ല, ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPM തന്നെയാണ്. അത് തകർന്നാൽ മാത്രമേ കേരളത്തിൽ BJPക്ക് രക്ഷയുള്ളിൽ വളർച്ചയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് CPM നയിക്കുന്ന മുന്നണിയെ CPM തകർക്കാന്നുള്ളത്. എങ്കിലും ഇവിടെ കൊണ്ടു അത് ശരിയാണ്, പ്രായോഗിക വഴി. പക്ഷെ അതിലൊരു അപകടം എന്താണെന്ന് അറിയോ? അത് സംഘപരിവാർ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മനസ്സിലാകാത്ത ലക്ഷമാണ് കാണുന്നത്. കാരണം ഇപ്പോൾ കളിക്കുന്നത് പണ്ട് EMS കളിച്ച പോലെ ഹിന്ദു കാർഡ്. ശരിയത്ത് ആൾ ഇന്ത്യ പാർട്ടിയെ പുറത്താക്കാൻ വേണ്ടി ശരിയത്തെയും കൊടുത്തിട്ട് അവർ പുറത്തുപോയി ഹിന്ദു കാർഡ് കളിച്ച് ഭരണം കിട്ടി. അത് ഇപ്പോൾ പിണറായി സഖാവ് കുറേ നേതാക്കളും കളിക്കുന്നത് ഹിന്ദു കാർഡാണ്. കാര്യത്തിൽ ന്യൂനപക്ഷ കാർഡ് ഫലിക്കുന്നില്ല. കാരണം അവർ മനസ്സിലായി
ബോധോദയം ഉണ്ടായി മുസ്ലിങ്ങൾക്ക്. ഈ സംഘപരിവാറിനെ പോലെ തന്നെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം സ്നേഹമൊന്നുമല്ല, വെറും തട്ടിപ്പാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ മുസ്ലിങ്ങൾ വോട്ടിയില്ലെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ അത് പഴയ ഹിന്ദുക്കാരിലേക്ക്. പക്ഷേ EMSന് അന്നത്തെ കാലമല്ല ഇന്നത്തെ ഹിന്ദുക്കാരിൽ. അന്ന് BJP ക്കൊന്നും വലിയ പ്രസക്തിയില്ല. ഇന്ന് BJP ഉണ്ടെന്ന് മാത്രമല്ല ചെറിയ വളർച്ചയുടെ ഘട്ടത്തിലാണ്. കാരണം നമ്മൾ പേഴ്സണലായിട്ട് ആരോട് ചോദിച്ചാലും അത് കുഴപ്പമില്ല, BJP ആയിക്കോട്ടെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൽ അവർക്ക് വലിയ അന്നത്തെ പോലെ കുറേ മാറ്റമുണ്ട്. പക്ഷേ ഹിന്ദുക്കാർഡ് കളിക്കുന്ന ഇന്നത്തെ CPM നേതാക്കളിൽ പ്രത്യേകിച്ച് പിണറായിക്കൊക്കെ ആ കാർഡ് കളിക്കുമ്പോൾ അവർക്ക് കളിക്കാൻ രക്ഷയില്ല. അതാണ് കളിക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ BJP വരുന്ന ഒരു മൂവ്മെൻറ്റ്, ഒരു ചലനമുണ്ട്. ആ ചലനം ആര് കൊണ്ടുപോകും? CPM കൊണ്ടുപോകണം. ഇത് BJPക്ക് മനസ്സിലായിട്ട് സംശയമാണ്. കാരണം പലർക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി BJPക്കാരുണ്ട്. അവരാണ് ഇപ്പോൾ പിണറായി നഖശിഖാന്ത് എതിർക്കുന്നത് അൻവറിൻ്റെ കൂടെ നിന്നിട്ട്. കാരണം അവർക്കറിയാം പിണറായി ഇത് പഴയ BJP അല്ലെങ്കിൽ സംഘപരിവാർ ചാനലുകാരും ഇത് മനസ്സിലാക്കാതെ പിണറായി വാനോളം പുകഴ്ത്താണ്. ഹിന്ദു മുന്നണിയിട്ട് ഒരാളുണ്ടല്ലോ, പേര് നോക്കണം, അദ്ദേഹം പറഞ്ഞു പിണറായി ശരിയാണ്, പിണറായി പുകഴ്ത്താണ്. ഏടോ നിങ്ങളുടെ ഇത്രയും പാടുപെട്ട് വളർച്ചയുണ്ടെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായപ്പോൾ ആ മൂവ്മെൻറ്റ് മൊത്തത്തിൽ അവർ വിഴുങ്ങാണ് CPM. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നില്ല. അതൊക്കെ അങ്ങനെ ആകട്ടെ. അപ്പോൾ CPIMനെ സംബന്ധിച്ച് അവർ നശീകരണത്തിൻ്റെ വക്കത്താണ്. ഈ തൽക്കാലം അവർക്ക് ചിലപ്പോൾ വരുന്ന ഇലക്ഷൻ കൂടി ചിലപ്പോൾ ഈ BJP അവർക്ക് പ്രാധാന്യമില്ലാത്ത മേഖലകളിൽ CPM LDF തൽക്കാലം ഒരു ടേം കൂടി LDF വരുത്തി കയറ്റാം. കുഞ്ഞുഞ്ഞു പറഞ്ഞ പോലെ ഈ കള്ളപ്പന്നികളൊന്നും ലീഗിനെ ഉദ്ദേശിച്ചാണ് ഒന്ന് അധികാരത്ത് വരുത്തരുത്. അത് കരുക്കൾ നീക്കി അങ്ങനെയാണല്ലോ, തട്ടിപ്പല്ല എടുത്തത് മരിച്ചു വയ്ക്കണം എന്ത് പറഞ്ഞിരിക്കണം. ഇപ്പം തന്നെ ആലോചിച്ച് നോക്ക്, ഈ ഇടതുപക്ഷ മുന്നണിക്ക് അൻവർ ഇത്രയും ഒരു ആഴത്തിലും പരപ്പിലും ഒരു വിഷയം ഉണ്ടായിക്കോട്ട് അതിനെ മുതലെടുക്കാൻ കുഞ്ഞാക്കായോ ലീഗിനോ മിണ്ടുന്നില്ല. എനിക്ക് താല്പര്യമില്ല. അതിനർത്ഥം പിണറായി സഖാവ് പറയാതെ കുഞ്ഞാക്ക ഒരാളെ മുസ്ലിം എടുക്കില്ല. കുഞ്ഞാക്കയും പിണറായി തമ്മിലുള്ള അന്തർധാര അത്ര ആഴത്തിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ ആരൊക്കെ മുരളിയും കൂടിയുണ്ട്. മുരളി പറഞ്ഞ വടകരയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ പ്രാവശ്യം ആരാണ് മുരളിയെ കൊണ്ടുവന്ന് വടകരയിൽ സ്ഥാനാർത്ഥി കൊണ്ടുവന്നത്? ഒരു ആദ്യമായിട്ട് പിണറായി സഖാവാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ISന് പറയുന്ന രാജനല്ലേ, രാജേട്ടെന്ന് പറഞ്ഞത്, ആ രാജേട്ടെ തോൽപ്പിക്കണം, അത് കരുക്കൾ നീക്കാൻ വേണ്ടി മുന്നണിക്ക് വന്ന് തോറ്റും പുള്ളി ജയിച്ചു. അങ്ങനെ ചില കളിയിന്മേൽ കളിയുണ്ട്, കളിയിന്മേൽ കളി. അങ്ങനെ കളിക്കുന്നതാണ് രാഷ്ട്രീയ നേതാക്കൾ. അത് പിണറായി മാത്രമല്ല, കാരണം ഒക്കെ ചെയ്യും. കരുണാകരൻ ചെയ്തെന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അൻവറെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, കേട്ടോളൂ. അൻവറെ നിങ്ങളിപ്പോൾ എല്ലാം തികഞ്ഞ ആളില്ലല്ലോ. പ്രേം നസീർ നിങ്ങളെക്കാൾ എന്തുകൊണ്ടും പണം കൊണ്ടും പ്രതാപം കൊണ്ടും സൗന്ദര്യം കൊണ്ടും എല്ലാം കൊണ്ടും മിടുക്കരായത് പ്രേം നസീർ. ആ പ്രേം നസീർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് വലിയൊരു മൂവ്മെൻ്റായി തോന്നുന്നത്. ആ മൂവ്മെൻറ്റിനെ കേരളത്തിലെ പത്ര മാധ്യമ ഭൂഷ്യ മാമമാർ തകർത്ത് കളഞ്ഞു. എന്താണ് തകർത്ത് കാരണം? PC അലക്സാണ്ടർ ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ശശി എന്ന് പറയും പോലെ വളരെ ശക്തനായിരുന്നു PC അലക്സാണ്ടർ. ഇതിലെ PC ചെറിയാല്ലേ, ചെമ്മീൻ ചെറിയാൻ്റെ ചേട്ടനായി പറഞ്ഞു. അദ്ദേഹത്തോട് ഇന്ദിരാഗാന്ധി പറഞ്ഞു, എന്താ പറഞ്ഞറിയോ? അൻവർ കേട്ടപ്പോൾ അൻവർക്ക് അറിയാതിരിക്കില്ല, കേട്ടോ. പറഞ്ഞത് ആന്ധ്രാപ്രദേശ്, തെലുങ്ക്, രാമറാവ് കൊണ്ടുപോയി, കർണാടക കൊണ്ടുപോയി, മറ്റേ തമിഴ്നാട് പോയി, നീ ആകെയുള്ള കേരളം മാത്രമുള്ള കോൺഗ്രസ്സിന്, ബാക്കിയുള്ള സിനിമാക്കാർ കൊണ്ടുപോയി. ആ കേരളത്തിൽ നസീർ വന്ന് പിടിച്ചാൽ എന്നാൽ നസീറിനെ കുറിച്ച് ചോദ്യം ആളില്ലാത്ത നല്ല മനുഷ്യനാണല്ലോ, രക്ഷയില്ല എന്ന് വിളിച്ചു പറഞ്ഞാലേക്ക് PC അലക്സാണ്ടർ പറന്ന് കേരളത്തിലും കോട്ടയത്തും എറണാകുളത്തും വന്നിട്ട് മാതൃഭൂമി മനോ പോലെയുള്ള പ്രധാന പത്രങ്ങളിലെ മുതലാളിമാരെ കണ്ടതല്ല, അത് റിപ്പോർട്ടറൊന്നുമില്ല, മുതലാളിമാരെ കണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അമിതമായി പ്രാധാന്യം നസീറിൻ്റെ പാർട്ടി കൊടുക്കല്ലേ. ഇന്ദിരാഗാന്ധി പ്രത്യേക നിർദ്ദേശം, ഇന്ദിരാഗാന്ധി ആരാണത്, നിർദ്ദേശമാണ് എന്ന് പറഞ്ഞിട്ടാണ് വലിയ പ്രാധാന്യം വന്ന വാർത്തയ്ക്ക് അവസാന ചരമകോളത്തിൽ വരികയും നസീർ നിരാശനായി ആ ഉദ്യമത്തിൽ ഇത് മാറുകയും ചെയ്തു. അങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് നമ്മുടെ കരുണാകരൻജി ബുദ്ധി ചോദിച്ചത്, എന്താണ് നസീറെ
നിങ്ങൾ ഇങ്ങോട്ട് പോരെ, നിങ്ങൾ സ്ഥാനം തരാമെന്ന് പറഞ്ഞ് കോൺഗ്രസിലേക്ക് കൊണ്ടുപോയി കോൺഗ്രസ് ചേർന്ന് ആ മനുഷ്യനെ 140 നിയോജകമണ്ഡലത്തിൽ ഇടുക്കി വെച്ച 133 നിയോജകമണ്ഡലത്തിലും തുടർച്ചയായിട്ട് 2 ദിവസം ജാഥ നടത്തി ഈ നാരങ്ങ കൊടുത്ത് നാരങ്ങ കൊടുക്കുക കുടിക്കില്ല പറയാൻ പറ്റുമോ, കൊടുത്ത് ഷുഗർ രോഗിയായ ആൾ ഷുഗർ കൂടി അദ്ദേഹം ആ കാലത്ത് ചരമം പ്രാപിച്ചു. ആ ചരമം പ്രാപിച്ച് ഷുഗർ കൂടിയതിന് മാത്രമല്ല 5ാം വരി മീസിൽസ് അതിൻ്റെ അണുക്കളത്തിൽ ശരീരത്തിൽ കയറി. ആ ശരീരത്തിൽ കയറിയ സാഹചര്യമൊക്കെ പറഞ്ഞൊരു കഥ എനിക്കറിയാം, ഞാനൊക്കെ പറയേണ്ടതെന്ന് വെച്ചിരിക്കുകയാണ്. ഒരു VIP ചെന്നപ്പോൾ VIP കയ്യിൽ ആ മിസിൽസിൻ്റെ ലായിന് പോലെയുള്ള അണുക്കൾ കയ്യിൽ പറ്റിയിട്ട് അറിഞ്ഞില്ല. ഇയാൾ ചെന്നപ്പോൾ ഞാൻ എന്നൊരു ആൾ പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് റെപ്രസെൻ്റേറ്റീവോട് ചെന്ന് കൈ കൊടുത്ത് സംസാരിച്ച് 5-10 മിനിറ്റ് പോന്നു. പക്ഷേ അപ്പോൾ നമ്മുടെ ഒരാൾ വന്ന് കൈ കൊടുത്ത് നമ്മളപ്പം തന്നെ ഇപ്പോഴാണെങ്കിൽ പിന്നെ കൊറോണ ഉള്ളതുകൊണ്ട് കൈ എളുപ്പത്തോടെ കഴുകും, അന്നൊന്നും കഴുകില്ല. അത് മൂക്കി തൊട്ട് കണ്ണി തൊട്ട് ചെവി തൊട്ട് എന്തിനു പറയുന്നു ശരീരത്തിൽ കയറി 5ാം വരിയുടെ അണുക്കൾ കയറി. അപ്പോഴാണെങ്കിൽ കാലിലൊരു മുറിവും ഒക്കെയുണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരിക്കൽ മദ്രാസിൽ പോയപ്പോൾ അദ്ദേഹം ഷൂട്ട് കഴിഞ്ഞ് പടയോട്ടം ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ പുള്ളി ഫ്ലൈറ്റിൽ വന്ന് ഞാൻ രാവിലെ ട്രെയിനിലെത്തി. ചെന്ന് കണ്ട് 8-8:30 മണിക്ക് സംസാരിച്ചു. എനിക്ക് ചായ തന്ന് കാര്യം എടുത്തിട്ട് അദ്ദേഹം ഷൂട്ട് കഴിഞ്ഞ് കാലിനൊരു പരുക്കുണ്ട്, ചെറിയ മുറിവുള്ളൂ, അത് റെസ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ആലുവ പാലസ് കയറും. ഞാൻ പോകുന്ന പേരെന്നല്ല, ചെമ്പ്രക്കിയിൽ ഒരു പള്ളി പണിതിപ്പുണ്ടായി നടക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൽ ചെറിയ സഹായത്തിന് വേണ്ടി TH മുസ്തഫ സാഹിബിൻ്റെ എഴുത്ത് മാറ്റി പോയത് വേറെ ഒന്നുമല്ല. അപ്പോൾ അദ്ദേഹം ഞാൻ ആലുവ പാലസ് വരുന്നുണ്ട്, അപ്പോൾ വന്ന് കാണാട്ട് തൊട്ടടുത്താണ് കാണാട്ടോ, ഞാൻ മടങ്ങി പോകുന്നതാണ്. ആ മടങ്ങി പോയി പിന്നെ ഉണ്ടായില്ല, മരിച്ചു. അപ്പോൾ അങ്ങനെ അദ്ദേഹം മരിച്ചു. അതുപോലെ അൻവറെ ഇന്ത്യയിൽ സംബന്ധിച്ച് അൻവർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. പണമുണ്ടെങ്കിലും ഇന്ത്യയിൽ തഖീഉദ്ദീൻ വഹാബുണ്ട്. തഖീഉദ്ദീൻ വഹാബാണ് വർക്കലക്കാരൻ, നമ്പർ 1 എന്താണ് വിമാന സർവീസ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. പൂനെയിലെ ഒരാളുണ്ട്, അദ്ദേഹം കമ്പ്യൂട്ടറിൽ ലോക വിദഗ്ധനാണ്. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയാണ് ഒരു പരിപാടി വെച്ചിട്ട് ആ പരിപാടിയിൽ പുള്ളി ആ വഴി വന്ന് തല്ലിക്കൊന്നത്, അൻവർ തഖീഉദ്ദീനെ തല്ലിക്കൊന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ രാജൻപിള്ള ആരാണ്? 1ാം തരം സവർണല്ലേ, നായർ വിഭാഗത്തിൽപ്പെട്ടല്ലേ, കൊല്ലത്തുകാർ. അദ്ദേഹം തിഹാർ ജയിലിൽ കിടന്ന് തല്ലിക്കൊന്നല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ കേരളത്തിൽ പോലും ഇന്ത്യയിൽ മൊത്തം നടക്കുകയാണെങ്കിൽ വടക്കേ ഇന്ത്യൻ ബ്രാഹ്മണായിരിക്കണം, തെക്കേന്ത്യൻ ബ്രാഹ്മണിൽ പോലെ. ഇന്ത്യയിൽ കേരളത്തിലാണെങ്കിൽ അത് ഒരു നായർ സമുദായമോ അല്ലെങ്കിൽ കത്തോലിക്ക, ഈ 2 പേർക്കാണ്. ഈഴവന് പോലും ഇവിടെ വലിയ ചാൻസ് കിട്ടുന്നില്ല. പിന്നെ ദളിതിൻ്റെ മുസ്ലിം കാര്യം, ഒരു ദളിത് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തകർത്ത് കളയും, പത്രക്കാരിലാണ് തകർത്തരിപ്പാണ് കളയും. ഞാനൊക്കെ അനുഭവപ്പെട്ടിരിക്കുന്നില്ലേ. അതുപോലെ പിന്നീട് ഒന്നുമില്ലെങ്കിൽ കത്തോലിക്കായിരിക്കണം അല്ലെങ്കിൽ നായരായിരിക്കണം. ഈ 2 പേരിലത്ത് ആര് കളിച്ചാലും വളർത്തൂല മോനെ. പിന്നെ അൻവറെ നിങ്ങൾ എത്ര കുത്തിപ്പൊയ്ക്കാലും. അപ്പോൾ ഈ മുസ്ലിം ലീഗ് എന്ത് വളർച്ച, 100 വർഷം കൊണ്ട് വളർച്ച. ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അധപതിച്ചില്ലേ, അവർ വളരുന്നില്ല, പിന്നെ പേടിക്കണ്ട, നിങ്ങൾ വളർത്താൻ നോക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ മെല്ലി ജയിച്ചു വരാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞാനൊരു പൊന്മോരിട്ട് വരും ജീവിച്ചിരിക്കുകയാണെങ്കിൽ. അത്ര പ്രശ്നങ്ങൾ നടുവിലാണ്. ഉദാഹരണം സേതാണ്. ഞാൻ അതിൽ അങ്ങനെ ചെയ്യുന്ന ഞാൻ കുറ്റം പറയില്ല. അവരുടെ ആധിപത്യം നിലനിർത്തണം. അതിനുവേണ്ടി നമുക്കെതിരെ വരാൻ സാധ്യതയുള്ള ആൾ, നമുക്ക് അടുത്ത് വരാൻ സാധ്യതയുള്ള ആൾ ഒക്കെ ഉള്ളവരെയൊക്കെ തകർക്കുക എന്നുള്ളത് അത് അവരുടെ പോളിസിയാണ്. ആ സ്ഥാനത്ത് ഞാൻ അതിലും ചെയ്യും അങ്ങനെ. അപ്പോൾ ഞാൻ അവരെ കുറ്റപ്പെടുത്തിയല്ല, അവരെ കുറ്റപ്പെടുത്തിയല്ല, പക്ഷെ അവരിതാണ് എന്ന് അൻവറിനെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അൻവർ പിന്നെ ആവശ്യമില്ലാതെ സ്വപ്നം കണ്ടു. അതുകൊണ്ട് ആലോചിച്ച് മുന്നോട്ട് പോയാൽ കുഴപ്പമില്ല. അൻവർ ഇറക്കിയോടുകൂടി എന്ത് പറ്റുന്നറിയോ, അൻവർ കമ്മ്യൂണിസ്റ്റാണെന്നല്ല, ഇപ്പം പറഞ്ഞ സുഡാപ്പിയാണ്, വർഗീയവാദിയാണ്, സിമിയുടെ ആളാണ്. 10-50 വർഷം മുമ്പ് സിമിയിലെങ്ങാണ്ട് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ KT ജലീലിന്. അതിനുശേഷം സഖാക്കളുടെ അടുത്തിൻ്റെ 10-30 വർഷമായി. ഇപ്പോഴും പറഞ്ഞത് സിമിയുടെ മെയിൻ ആളാണെന്നാണ് ജോർജ് പറഞ്ഞത്. ഇന്നത്തെ ജോർജ് 10 സമ്മേളനം പറഞ്ഞറിയോ, സിമിയുടെ ആളാണ് 30 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പോൾ നിങ്ങൾ എത്ര കൊല്ലം കഴിച്ചാലും നിങ്ങളെ സൂഡാപ്പി അല്ലെങ്കിൽ സിമിന്നോ അല്ലെങ്കിൽ ജിഹാദിന്നോ മാറ്റൂല. ഒരു മുസ്ലിമാണ് എങ്കിൽ നിങ്ങൾ ജിഹാദി ആയിരിക്കണം, അല്ലെങ്കിൽ ആക്കും. അതത് സത്യമാണത്, ചരിത്രമാണത്. അത് നമ്മൾ എതിർത്തിട്ട് ഞാൻ കാര്യമില്ല, ഞാൻ എതിർക്കുന്നതല്ല. മതിരി പറയുമ്പോൾ ഞാൻ അന്ധമായി വർഗീയത ഉണ്ടാക്കുന്നതല്ല. ഞാൻ പറയുന്നത് അവർ നിലനിൽപ്പിന് വേണ്ടി ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ അൻവർ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഇനി മറ്റൊന്ന്,
ഇപ്പോൾ LDF മാറ്റി UDF ആണ് അധികാരത്തിൽ വന്നു കഴിക്കുക. അപ്പോഴും കേരളത്തിലെ പോലീസ് നയിക്കുന്നത് സംഘപരിവാർ തന്നെയായിരിക്കും. പണ്ട് ഉമ്മൻചാണ്ടി കാലത്തും അന്ന് രമേശ് ചെന്നിത്തല അപ്പോഴും ഒരു പരിധിയിൽ കൂടുതലൊക്കെ അവർക്ക് സ്വാധീനമുണ്ട്. അതെന്താ കാര്യത്തിൽ അതൊരു സാമൂഹ്യ പശ്ചാത്തലം അറിയും. നിങ്ങളിപ്പോൾ RSS കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ RSS വർഗീയം പറയും. പക്ഷേ ഒരു ഹിന്ദു എന്ന് പറയുമ്പോൾ RSS ഹിന്ദു ആയാലും സാധാരണ ഹിന്ദു ആണെങ്കിലും ഈ വിഭാഗം ജനങ്ങൾക്ക് അവർ ഹിന്ദുവായിട്ട് കാണുള്ളൂ, അല്ല RSS അത് തള്ളിക്കളയുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ RSS അപേക്ഷ ആണെങ്കിലും അവർ ആ ഹിന്ദു പരിഗണന കൊടുക്കും. അതാണ് ആ കിട്ടുന്നത്. അതിപ്പോൾ ഏത് കാലത്തും അങ്ങനെ വരും. അതാണ് അങ്ങനെ അത് കാലഘട്ടത്തിൻ്റെ നീതിയാണ്, അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അത് കുറേ കുറ്റം പറയാൻ പറ്റില്ല. ഏത് രാജ്യത്തുള്ള കാര്യമാണ്, ഇന്ത്യയിൽ മാത്രമല്ല. ഇപ്പോൾ നിങ്ങളൊരു മുസ്ലിം രാജ്യത്തിന് സ്വാഭാവികമായിട്ടും അവിടെ അവരുടേതായ രീതിയിലൊരു പരിഗണന പ്രിവിലേജ് ഉണ്ടാവും. അത് കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ടെന്നുള്ളൂ. അതൊന്നും തെറ്റാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ആ അടിയൊഴുക്കും ഉൾക്കാഴ്ചയും കണ്ടുകൊണ്ട് മുന്നോക്കിട്ട് കരുക്കൾ നീക്കിയില്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർ തോറ്റു പോകുമ്പോൾ നിരാശ വരും. അങ്ങനെ നിരാശ വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു മുന്നറിയിപ്പ് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും സവർണ്ണ വിഭാഗത്തെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന മോശം പറയാൻ വേണ്ടി അല്ലെന്ന് പ്രത്യേകം പറയുകയാണ്. മുൻകൂർ ജാമ്യമല്ല ആവശ്യപ്പെടണം. അപ്പോൾ അൻവർജി നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നല്ലത്. അപ്പോൾ നമ്മുടെ സഖാക്കൾക്ക് എന്ത് പറ്റിയെന്നറിയില്ല. അവരിപ്പോഴും പിണറായി സഖാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള വെപ്രാളത്തിലാണ്.